യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റോടെ യൂത്ത് കോൺഗ്രസ് സമരം നിന്നുപോകുമെന്ന് സർക്കാർ വ്യാമോഹിക്കേണ്ടെന്ന ഷാഫി പറമ്പിൽ MLA. കേരളത്തിൽ നടക്കാൻ പോകുന്നത് സമരപരമ്പരയാണ്. ഇതുകൊണ്ടൊന്നും യൂത്ത് കോൺഗ്രസ് പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ഷാഫി പറമ്പിൽ തൃശൂരിൽ പറഞ്ഞു. രാഹുലിനെയും സഹപ്രവർത്തകരെയും നിശബ്ദരാക്കാൻ ശ്രമിച്ചതുപോലെ കേരളത്തിൽ ഈ പറയുന്ന നടപടികൾ കൊണ്ട് യൂത്ത് കോൺഗ്രസ് സമരങ്ങൾ നിന്നുപോകുമെന്നാണ് സർക്കാർ വ്യാമോഹിക്കുന്നതെങ്കിൽ അത് നടക്കില്ല. കൂടുതൽ സമരങ്ങൾ ഉണ്ടാകും. ഇന്ന് 3 ജില്ലകളിൽ സമരമുണ്ട്. നാളെ 3 ജില്ലകളിൽ സമരം നടക്കും. അടുത്ത ദിവസങ്ങളിലും സമരമുണ്ട്. സമരപരമ്പര തന്നെ കേരളത്തിൽ നടത്തും. ഇതുകൊണ്ടൊന്നും പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. രാജ്ഭവനിലേക്ക് നടത്തിയ LDF സമരം ഉദ്ഘാടനം ചെയ്തത് ഗോവിന്ദൻ മാഷാണ്. അയാൾക്കെതിരെ ഇതേ വകുപ്പുകൾ ചുമത്തി ഇവർ കേസെടുക്കുമോ? കേസെടുക്കുന്ന കാര്യത്തിലും പോലീസ് നടപടികളുടെ കാര്യത്തിലുമുള്ള വൈരുദ്ധ്യം കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും ഷാഫി പറമ്പിൽ അഭിപ്രായപ്പെട്ടു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. വെറും 6 വയസ്സു മാത്രമുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ ക്രൂരമായി പീഡിപ്പിച്ചു കൊന്ന ഒരുത്തൻ നാട്ടിൽ വിലസി നടക്കുന്നതിന് കാരണമായത് ഇവരുടെ പോലീസുകാരാണെന്നും ഷാഫി പറമ്പിൽ ആരോപിച്ചു. കൃത്യമായ വകുപ്പുകൾ ചാർത്താതെ, തെളിവുകൾ ഹാജരാക്കാതെ, അന്വേഷണം നടക്കാതെ CPM ബന്ധമുള്ള പ്രതിയെ രക്ഷപ്പെടാൻ സഹായിച്ച പോലീസാണ് ഒരു ജനാധിപത്യ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നതിൻ്റെ പേരിൽ ഞങ്ങളെയൊക്കെ ഇങ്ങനെ നേരിടാൻ ശ്രമിക്കുന്നതെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. കേസെടുത്തോട്ടെ, അറസ്റ്റ് ചെയ്തോട്ടെ, ജയിലിൽ തള്ളിക്കോട്ടെ, റിമാൻഡ് ചെയ്തോട്ടെ, എന്തുമാകട്ടെ, ഇവരുടെ ജനവിരുദ്ധതയും ജനാധിപത്യ വിരുദ്ധതയും ചോദ്യം ചെയ്യും. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. SFIയുടെയും DYFIയുടെയും സമരത്തെ നേരിടുമ്പോൾ പോലീസിൻ്റെ പാട്ടുകൾ മുഴുവൻ താരാട്ടുപാട്ടുകളാണ്. അവിടെ ഓമനിക്കലാണെന്നും ഷാഫി പറമ്പിൽ പരിഹസിച്ചു. വാമോനെ എന്നാണ് SFI നേതാവിനെ സമരരംഗത്തു നിന്ന് വിളിച്ചത്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ പുലർച്ചെ 5:30 മണിക്ക് വീട് വളഞ്ഞ് വാതിലിലും ജനലിലും കൊട്ടി അറസ്റ്റ് ചെയ്തു കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ഇവർ ഗുണ്ടായിസം നടത്തിയപ്പോൾ ജീവൻ രക്ഷാദൗത്യമാണെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അവരുടെ ഗൺമാന്മാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടിട്ട് എന്തായി നടപടിയെന്നും ഷാഫി പറമ്പിൽ ചോദിച്ചു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൻസലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.